1.5 വയസ്സുകാരനെ അമ്മ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ വിധി ഇന്ന്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കണ്ണൂർ തയ്യിൽ സ്വദേശി ശരണ്യാണ് മകൻ വിയാനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. 2020 ഫെബ്രുവരി 17 പുലർച്ചെയായിരുന്നു സംഭവം. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ KV ചേർന്നു. രാഹുൽ, കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, തെളിവെടുപ്പിനായി ശരണ്യെ കൊണ്ടുവരുമ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യമൊക്കെ, ജനങ്ങളൊക്കെ അത്രയും വൈകാരികമായി ദേഷ്യത്തോടെയൊക്കെ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ക്രൂരകൃത്യത്തിന്റെ വിധി ഇന്നാണ് വരുന്നത്. സന്ധ്യ, അതെ, ഈ വാർത്ത കണ്ടവരുടെയും അതുപോലെ കേട്ടവരുടെയും ഒക്കെ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിലാണ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. അതായത് ഒരു അമ്മയാണ് 1.5 വയസ്സുള്ള സ്വന്തം മകനെ, സ്വന്തം ചോരയെ കടൽ ഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതുതന്നെ ലക്ഷ്യമെന്നത് കുഞ്ഞിനെയും അതുപോലെ ഭർത്താവിനെയും ഒഴിവാക്കി ആൺസുഹൃത്തിനൊപ്പം കാമുകനൊപ്പം കഴിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. 2020 ഫെബ്രുവരി 17 ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. പുലർച്ചെയാണ്. തയ്യിൽ സ്വദേശി ശരണ്യാണ് കേസിലെ 1-ാം പ്രതി. ആൺസുഹൃത്തായ നിതിനാണ് കേസിലെ 2-ാം പ്രതിയും. അതായത് ശരണ്യ ഇവളുടെ ഭർത്താവ് പ്രണവുമായി അകൽച്ചയിലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രണവ് വീട്ടിൽ വന്നിരുന്നു. ആ ദിവസമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ആ കൊലപാതകം നടത്തി ഭർത്താവിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക, അതിന് അനുസൃതമായി സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ പ്രണവിനെയും കുഞ്ഞിനെയും ഒഴിവാക്കി നിതിനൊപ്പം ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടത്തിയത്. രണ്ടുപേരും ചേർന്ന് ഗൂഢാലോചന നടത്തി അതിനുശേഷമാണ് കൊലപാതകം നടത്തിയതും. കുഞ്ഞുമായി പുലർച്ചെ കടലിലേക്ക് പോകുന്നു. ആദ്യം കുഞ്ഞിനെ എറിയുന്നു. പക്ഷേ കുഞ്ഞ് മരിക്കുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്ന സമയത്ത് കുഞ്ഞ് കരയുകയും തിരിച്ചെത്തി കുഞ്ഞിനെ വീണ്ടും എടുത്തെറിഞ്ഞ് ഭിത്തിയിലേക്ക് എറിഞ്ഞ് മരിച്ചുവെന്ന് കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ശരണ്യ വീട്ടിലേക്ക് വരുന്നത്. പിന്നീട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയ രീതിയിൽ നടിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിന് വേണ്ടി തിരയുന്നു. ആദ്യമേ കൊലപാതകത്തിന്റെ വിധിയാണ് ഇന്ന് വരുന്നത്.